ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല സീ ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സ്ക്വിഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വിഡ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് എങ്ങനെ ഡയറ്ററി ഫുഡായിട്ട് ഈ ഒരു കണവ എങ്ങനെ ആക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. കണ്ടോ, മസാലകൾ പൊടികളൊക്കെ ഇട്ടു. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, നമ്മുടെ സ്വന്തം ചതച്ച മുളക്, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് 10-15 മിനിറ്റ് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് മാവൊക്കെ എടുത്ത് അതിലൂടെ കുറച്ച് 1/2 ഗ്ലാസ് പാലും ഒരു മുട്ടയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ കുഴച്ച് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് ഉരുട്ടിയെടുത്ത് കുറച്ച് അതും ഒരു 5-10 മിനിറ്റ് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ ഫിഷ് അപ്പോഴത്തേക്ക് നന്നായിട്ട് റെഡിയായി കാണും, മാഗ്നേറ്റായി. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലോട്ട് പോവാം. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ഡയറ്റ് ആകുന്നവർക്ക് ഒഴിക്കേണ്ട. ആ രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആ കണവയുടെ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോഴത്തേക്കും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമുക്കൊന്ന് ചപ്പാത്തി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആ സോഫ്റ്റ് മാവ് പരത്തി നല്ല റൗണ്ട് ഷേപ്പിനൊക്കെ ആക്കി നമുക്ക് ഇഷ്ടമുള്ള ചെറുതോ വലുതോ ഷേപ്പിനൊക്കെ ആക്കി ഇതുപോലെ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണവ വേവുന്നതും കൂടെ നമ്മൾ നോക്കണം കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് അടച്ചൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇതിനെ വറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയത് ഇതുപോലെ കല്ല് നല്ല ചൂടായതിന് ശേഷം കുറച്ച് നമ്മുടെ ആ ഒരു മണം കിട്ടണമെങ്കിൽ എന്താ ഒഴിക്കേണ്ടത്? നെയ്യൊക്കെ ഒഴിച്ചൊന്ന് ചുട്ടെടുക്കുന്ന ചപ്പാത്തി. സോഫ്റ്റ് ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ 1, 2, 3, 4 ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കണവ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഫ്രൈ ഒന്ന് ലൈറ്റ്, അതായത് ഒരുപാട് കരിഞ്ഞു പോകരുത്, എന്നാൽ മരം കണക്കായി പോവും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി വിത്ത് കണവ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കണം കേട്ടോ. ടാറ്റാ.